പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, ആരെയാണ് നിനക്ക് ഇഷ്ടമില്ലാത്തത്? നല്ല രസമുള്ള ചോദ്യമാണ്. എന്താണ് ചോദ്യം? ആരെയാണ് നിനക്ക് ഇഷ്ടമില്ലാത്തത്? അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഇഷ്ടമുള്ളവരൊരു ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ ആരെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്നാണ് ചോദ്യം. ചോദ്യത്തിന്റെ പശ്ചാത്തലം, ജെറമിയ പ്രവാചകൻ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആളുകളോട് ചെന്ന് പറഞ്ഞു. ദേവാലയത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, ദേവാലയം നശിപ്പിക്കപ്പെടും, നിങ്ങൾ നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും മാറ്റിയില്ലെങ്കിൽ ഇപ്പോൾ പോകുന്നത് പോലെ തന്നെയാണ് ജീവിക്കാൻ ഭാവമെങ്കിൽ, ഇപ്പൊ ജീവിക്കുന്ന ആ ജീവിത രീതിക്ക് മാറ്റം വരുത്താൻ മനസ്സില്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഈ ദേവാലയവും നശിപ്പിക്കപ്പെടും, നിങ്ങൾ അടിമകളായി ബാബിലോണിലേക്ക് കൊണ്ടുപോകപ്പെടും. അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും ഉപേക്ഷിക്കുക, തിന്മ ചെയ്യുന്നത് അവസാനിപ്പിച്ചിട്ട് നന്മ ചെയ്യുക എന്ന് പ്രഖ്യാപിക്കുകയാണ്, പ്രഘോഷിക്കുകയാണ്, പ്രവചിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് എന്തുണ്ടായി? ആളുകൾക്ക് അവനോട് ഉള്ള ഇഷ്ടം പോയി. എന്നിട്ട് അവനെ അവർ, ജെറമിയ പ്രവാചകനെ അവർ ബന്ധിച്ച് കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ജെറമിയ പറയുന്ന വാക്കുകളാണ് ഇന്നത്തെ ഒന്നാം വായനയിലുള്ളത്. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷേ എന്നെ കൊന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ രണ്ട് സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ ഹെറോദേസിനോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞപ്പോൾ അതുവരെ ഹെറോദേസിന് യോഹന്നാനോടുണ്ടായിരുന്ന സ്നേഹം പോയി. എന്നിട്ട് സ്നാപക യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടക്കുന്നു. പിന്നീടുള്ള കഥ നമുക്കറിയാം. അവസാനം കൊച്ചു ഡാൻസ് കളിക്കുന്നു, തല വെട്ടിയെടുത്ത് തളികയിലാക്കി കൊടുക്കുന്നു. അതാണ് കഥ. അപ്പോൾ ഈ രണ്ട് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്, നമുക്ക് ആരെയാണ് ഇഷ്ടമില്ലാത്തത്? ഇഷ്ടമില്ലാത്തത് നമുക്കെന്നല്ല, ആർക്കും. നമ്മളോട് നമ്മളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഇഷ്ടമല്ല. ഒരു ഉദാഹരണത്തിന്, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം പോകുന്ന എപ്പോഴാണെന്നറിയാവോ? അതുവരെ തേനെ പാലേ മമ്മി പപ്പേ ഡാഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് വച്ച് ചെയ്യുന്ന കാര്യം ശരിയല്ല, അത് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ചെറിയ പിള്ളേരുടെ കാര്യം എടുത്തോ, കൊച്ചു ചോദിക്കുമ്പോഴൊക്കെ മൊബൈല് കൊടുത്ത നല്ല മമ്മി അല്ലേ, അതൊന്ന് മേടിച്ചു വെച്ച മമ്മി ചീത്ത. അതാണ് ചെറിയ ഉദാഹരണം. അതിന്റെ വലിയ ഉദാഹരണങ്ങൾ പിന്നെ അങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ തെറ്റ് തിരുത്താനും നല്ല വഴിയിലൂടെ നടക്കാനുമൊക്കെ നമ്മൾ മക്കളെ ഉപദേശിക്കുമ്പോൾ അവർക്ക് നമ്മളോടുള്ള സ്നേഹം പോകുന്നു. അതുപോലെ ഇനി നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളെക്കുറിച്ച് തന്നെ അവലോകനം ചെയ്യുമ്പോൾ നമ്മെ തിരുത്തുന്നവരെ, നമ്മളെ നേർവഴിക്ക് നടത്തുന്നതിന് വേണ്ടി നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നവരെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മളുടെ മനോഭാവം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകളിലൂടെ പറയുന്ന മനോഭാവം, മാർഗനിർദ്ദേശം തരുന്നവരെ എതിർക്കുകയും വെറുക്കുകയും കൊല്ലുകയും ചെയ്യുന്ന മനോഭാവത്തിന് പകരം നമ്മെ ഉപദേശിക്കുന്നവരെ, നമ്മുടെ തെറ്റ് തിരുത്തുന്നവരെ, നമ്മെ ശാസിക്കുന്നവരെ, നമ്മെ ശിക്ഷിക്കുന്നവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും അവരിലൂടെ ദൈവമാണ് സംസാരിക്കുന്നതെന്ന ഒരു ബോധ്യമുണ്ടാകുന്നതിനുമൊക്കെയുള്ള മനസ്സിന്റെ ഒരു തുറവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ തിരുനാളാണ്. നമ്മളുടെ ഇവിടെ എടൂരുള്ള അൽഫോൻസ് ഭവൻ
ആ സഭയുടെ അവിടെയുള്ള അച്ഛന്മാരുടെ സഭയുടെ സ്ഥാപകനായിട്ടുള്ള വിശുദ്ധനാണ്. നമുക്ക് അൽഫോൻസ് ഭവനിലെ അച്ഛന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചവരുണ്ട്, നമ്മളെ ശിക്ഷിച്ചവരുണ്ട്, നമ്മളെ ശാസിച്ചവരുണ്ട്, നമ്മളെ ഉപദേശിച്ചവരുണ്ട്. അവരിലൂടെയെല്ലാം ദൈവം തന്നെയാണ് സംസാരിച്ചതും പ്രവർത്തിച്ചതും. നമുക്ക് കൂടുതൽ ഹൃദയത്തിന്റെ വിശാലതയുള്ളവരാകാം, തുറവിയുള്ളവരാകാം, തെറ്റുതിരുത്താൻ മനസ്സുള്ളവരാകാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിലെ യേശുനാമം വിളിച്ച് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ 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 ഈശോയേ